അറിവിന്റെ വന്നോണം ഇത്തവണ CC-യോടൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി CC ആപ്പ് വരുന്നു. ബഡ്ജറ്റ് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ 18. ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ 8589083568. ഹലോ ഫ്രണ്ട്സ്, നിരവധി നാളുകളായുള്ള നിങ്ങളുടെ പോരാട്ടത്തിൻ്റെ അന്തിമഘട്ടം. ഈ പോരാട്ടത്തിൽ വിജയിച്ച് ഉയർന്ന റാങ്കുകൾ നേടാൻ നിങ്ങൾക്ക് കഴിയണം. എൻ്റെ പേര് രാഖിൽ RS. നമ്മളിന്ന് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷ ഈ നടക്കാൻ പോകുന്ന പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരിശോധിക്കുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ പ്രത്യക്ഷപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ പ്രധാനപ്പെട്ട വസ്തുതകൾ എന്തെല്ലാമാണ്. ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ പ്രത്യക്ഷപ്പെട്ടവയാണെന്നുള്ളതാണ് പ്രത്യേകത. അവ നിങ്ങളൊന്ന് ശ്രമിച്ച ഈ ചോദ്യങ്ങൾ ഓരോന്നും നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷ നമുക്ക് അടിക്കണ്ടേ, വിജയിക്കണ്ടേ? നോക്കുക, ഇന്ത്യൻ ഭരണഘടന ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി പവേഴ്സ് ഓഫ് ദ സുപ്രീം കോർട്ട്? ഓപ്ഷൻ എ, ഒറിജിനൽ ആൻഡ് അപ്പീലിയസ് ജൂറിസ്ഡിക്ഷൻ. ഓപ്ഷൻ ബി, അപ്പോയിൻമെന്റ് ഓഫ് അഡ്ഹോക് ജഡ്ജസ്. ഓപ്ഷൻ സി, ജുഡീഷ്യൽ റിവ്യൂ. ഓപ്ഷൻ ഡി, ആൾ ഓഫ് ദി അബവ്. നമുക്ക് കോമൺ സെൻസ് വെച്ച് തന്നെ ഇതിന്റെ ഉത്തരം എഴുതാം. കാരണം നമുക്ക് കുറച്ച് ഡൗട്ട് വരാൻ പോകുന്ന അഡ്ഹോക് ജഡ്ജിന്റെ കാര്യം മാത്രമാണ്. ഇപ്പം ഒറിജിനൽ ആൻഡ് അപ്പീലിയേറ്റ് ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോടതിയുടെ അധികാരമാണ്. അപ്പോയിൻമെന്റ് അഡ്ഹോക് ജഡ്ജിമാരെ നിയമിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്, നമുക്കറിയാം. ജുഡീഷ്യൽ റിവ്യൂ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമുള്ള അധികാരമാണ്. ആൾ ഓഫ് ദി അബവ് ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ആൾ ഓഫ് ദി അബവ് ആണ്. അപ്പോൾ നമുക്കറിയാം, അപ്പെക്സ് കോർട്ട്, പ്രൊട്ടക്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നെല്ലാം അറിയപ്പെടുന്നതാണ് ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ കോടതിയായ സുപ്രീം കോടതി. സുപ്രീം കോടതിയെ കുറിച്ച് അറിയാത്തതോ കേൾക്കാത്തതോ നിങ്ങളിൽ ആരും തന്നെ ഇല്ല. സുപ്രീം കോടതിയെ പറ്റി ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയെങ്കിലും പരാമർശിക്കുന്നുണ്ടോ? എവിടെ? ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 5 ആർട്ടിക്കിൾ 123 മുതൽ 147 വരെയുള്ള അനുച്ഛേദങ്ങൾ സുപ്രീം കോടതിയെ കുറിച്ചാണ്. അല്ലേ? ദി ആർട്ടിക്കിൾസ് ഡീൽസ് വിത്ത് ദി ഫോർമേഷൻ ഓഫ് സുപ്രീം കോർട്ട്. ആർട്ടിക്കിൾ ഏതാണ്? 124 സുപ്രീം കോടതിയുടെ രൂപീകരണം. സുപ്രീം കോടതി നിലവിൽ വന്നത് എന്നാണ്? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 28 ജാനുവരി 1950. 1950 ജനുവരി 28 പ്രവർത്തനം ആരംഭിക്കുന്നു. സുപ്രീം കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസിന്റെ പേര് നമുക്കറിയാം. ആരാണ്? ധനഞ്ജയ വൈ ചന്ദ്രചൂഡ്, DY ചന്ദ്രചൂഡ്, അല്ലേ? 15th ചീഫ് ജസ്റ്റിസ് ഓഫ് ദ സുപ്രീം കോർട്ട്. എങ്കിൽ എത്ര പേര് പറയുമെന്ന് നോക്കട്ടെ. സുപ്രീം കോടതിയുടെ നിലവിലെ ആപ്തവാക്യം, മോട്ടോ, ആപ്തവാക്യം, സുപ്രീം കോടതിയുടെ നിലവിലെ ആപ്തവാക്യം എന്താണ്? ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് സുപ്രീം കോടതി, അപ്പെക്സ് കോർട്ട്. സുപ്രീം കോടതിയുടെ ആപ്തവാക്യം ആർക്ക് പറയാം? ഓപ്ഷൻ എ, യഥോ ധർമ്മസ്തഥോ ജയ. ഓപ്ഷൻ ബി, യോഗ കർമ്മസു കൗശല്യം. ഓപ്ഷൻ സി, സത്യമേവ ജയതേ. ഓപ്ഷൻ ഡി, ലോക സമസ്ത സുഖിനോ ഭവന്തു. ഇതിലേതാണ് സുപ്രീം കോടതിയുടെ ആപ്തവാക്യം? നിങ്ങൾ കുറച്ചു പേരെങ്കിലും മനസ്സിലേക്ക് വന്നു കാണും. സത്യമേവ ജയതേ ആയിരുന്നു കേട്ടോ, 2019 വരെ മാത്രം. 2019 സുപ്രീം കോടതി അവരുടെ ആപ്തവാക്യം റിന്യൂ ചെയ്തു. പുതിയ ആപ്തവാക്യം. സുപ്രീം കോടതിയുടെ നിലവിലെ ആപ്തവാക്യം എന്താണ് പറയാമോ നിങ്ങൾക്ക്? അതിങ്ങനെയാണ്: യഥോ ധർമ്മസ്തഥോ ജയ. യഥോ ധർമ്മസ്തഥോ ജയ. സംസ്കൃതമാണ്. അർത്ഥം: where there is righteousness and moral duty there is victory. എവിടെയാണോ സത്യവും ധർമ്മവും ഉള്ളത് അവിടെ മാത്രമാണ് വിജയം. where there is righteousness and moral duty there is victory. സുപ്രീം കോടതിയുടെ ആപ്തവാക്യം. അപ്പൊ സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എന്തെല്ലാം, ഏതെല്ലാമാണ് അധികാരങ്ങൾ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. സുപ്രീം കോടതിയുടെ പവേഴ്സ്, അധികാരങ്ങൾ എന്തെല്ലാം? ഒന്ന്, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, ഉത്ഭവ അധികാരം എന്ന് മലയാളത്തിൽ പറയാം. ഉത്ഭവ അധികാരം, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. എന്താണ് ഉത്ഭവ അധികാരം എന്ന് പറഞ്ഞാൽ? അത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലോ ഭരണഘടനയും സർക്കാരും തമ്മിലോ എന്തെങ്കിലും തരത്തിലുള്ള ക്ലാഷോ തർക്കങ്ങളോ ഉണ്ടായാൽ അന്തിമ പരിഹാരം കാണാൻ അധികാരം സുപ്രീം കോടതിക്ക് മാത്രം. പരീക്ഷയ്ക്ക് ചോദിക്കാം. കേന്ദ്ര ഗവൺമെന്റും ഭരണഘടനയും തമ്മിലുള്ള എന്തെങ്കിലും ആശയക്കുഴപ്പമോ ഭരണഘടനാ വ്യാഖ്യാനം ആവശ്യമുള്ള ഘട്ടത്തിലോ സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള തർക്കങ്ങളോ ഒക്കെ തന്നെ അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ അധികാരമുള്ളവർക്ക്? ഉത്തരം സുപ്രീം കോടതിക്ക്. അത്തരം അധികാരങ്ങളെ വിളിക്കുന്ന പേര് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. ഓക്കെ. രണ്ടാമത്തത് റിട്ട് ജൂറിസ്ഡിക്ഷൻ ആണ്. നിങ്ങൾക്ക് എല്ലാം അറിയാമോ റിട്ട് അധികാരങ്ങൾ, അല്ലേ? മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാൻ പുറപ്പെടുവിക്കുന്ന അടിയന്തര സ്വഭാവമുള്ള ഉത്തരവുകളാണ് റിട്ടുകൾ. റിട്ടുകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ദ ഐഡിയ ഓഫ് റിട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബോറോഡ് ഫ്രം. എവിടെ നിന്ന് കടമെടുത്തു? റിട്ടുകൾ ബ്രിട്ടനിൽ നിന്ന്, അല്ലേ? നമുക്കറിയാം ഹേബിയസ് കോർപ്പസ്, മാൻഡബസ്,
പ്രൊഹിബിഷൻ, സെർഷോററി ആൻഡ് കോ വാറണ്ടോ റിട്ടുകൾ. അപ്പൊ റിട്ട് അധികാരം സുപ്രീം കോടതിക്ക് മാത്രമല്ല ഹൈക്കോടതിക്കുമുണ്ട്. ഒറിജിനൽ ജൂറിസ്ഡിക്ഷനും ഹൈക്കോടതിക്കും ഉണ്ട് കേട്ടോ. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമുള്ള അധികാരങ്ങളാണ് നമ്മൾ ഈ പറയപ്പെട്ട ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആകട്ടെ, റിട്ട് ജൂറിസ്ഡിക്ഷൻ ആകട്ടെ. അപ്പീലിയേറ്റ് ജൂറിസ്ഡിക്ഷൻ, ഇതും സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമുള്ള അധികാരമാണ്. അപ്പീലിയേറ്റ്, വാട്ട് യു മീൻ ബൈ അപ്പീലിയേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കേസുകൾ കീഴ്ക്കോടതി വിധിക്കെതിരായി വാദിക്കോ പ്രതിക്കോ ഒക്കെ തന്നെ അപ്പെക്സ് കോർട്ടിനെ അല്ലെങ്കിൽ ഉയർന്ന കോടതിയെ സമീപിക്കാനുള്ള അധികാരമാണ്. അത്തരം കേസുകൾ പരിഗണിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണ് അപ്പീലിയേറ്റ് ജൂറിസ്ഡിക്ഷൻ. ഒരുപാട് മാനദണ്ഡങ്ങളൊക്കെ അതിലുണ്ട്, നമ്മൾ വിശാലമായിട്ട് ക്ലാസ്സിൽ പഠിക്കും. എന്തായാലും അപ്പീലിയേറ്റ് ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോടതിക്കുമുണ്ട് ഹൈക്കോടതിക്കുമുണ്ട്. പിന്നെയോ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, ഉപദേശാധികാരം. ഓർക്കണം, സുപ്രീം കോടതിക്ക് മാത്രമുള്ള ഒരു അധികാരമാണിത് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. ഹൈക്കോടതികൾക്കില്ലാത്ത ഒരു അധികാരമാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. വാട്ട് യു മീൻ ബൈ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ? ഭരണഘടനാ പ്രതിസന്ധിയോ ഭരണഘടനാ ഇന്റർപ്രിട്ടേഷനോ വ്യാഖ്യാനമോ എന്തെങ്കിലും ആവശ്യമുള്ള ഘട്ടത്തിൽ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയെ കാണാനും ഉപദേശം ആരായാനും സുപ്രീം കോടതിക്ക് ആ ഉപദേശം നൽകാനുമുള്ള വ്യവസ്ഥ, അതിനെ വിളിക്കുന്ന പേര് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. ഇന്ത്യ അഡോപ്റ്റഡ് ദ ഐഡിയ ഓഫ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഫ്രം. ഇന്ത്യ ഉപദേശാധികാരം എന്ന ആശയം കടമെടുത്ത രാജ്യം പറയാമോ? ബ്രിട്ടൻ, അമേരിക്ക, കാനഡ, സ്വിറ്റ്സർലൻഡ്. ഉത്തരം ഏതായിരിക്കും? ഉത്തരം ഫ്രം കാനഡ. കനേഡിയൻ ഭരണഘടന മറന്നു പോകരുത്. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് മറ്റെല്ലാ വ്യവസ്ഥകളും അമേരിക്കയാണ്. സുപ്രീം കോടതി, ഹൈക്കോടതി, ഹൈക്കോടതി ജഡ്ജിമാരുടെ റിമൂവൽ, അതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, ഈ ആശയങ്ങളെല്ലാം അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തത്. എന്നാൽ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് എന്ന ആശയം കടമെടുത്തത് കാനഡ. ഓക്കെ, സുപ്രീം കോടതി അപ്പൊ ഹൈക്കോടതിക്ക് ഇല്ലാത്ത വളരെ പ്രധാനപ്പെട്ട അധികാരമാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. ഓക്കെ, ഇതിനടുത്തത് എ കോർട്ട് ഓഫ് റിക്കാർഡ് അല്ലെ. നമുക്കറിയാം സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റിക്കാർഡാണ്. നിങ്ങൾ ഒരുപാട് കേട്ട് കാണും കോർട്ട് ഓഫ് റിക്കാർഡിനെ കുറിച്ച്. കോർട്ട് ഓഫ് റിക്കാർഡാണ് പറയുന്നത് പവർ ടു പണിഷ് ഫോർ കണ്ടംപ്റ്റ്. നമുക്കറിയാം കോടതി അലക്ഷ്യ നടപടികൾക്ക് അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ശിക്ഷാ നടപടികൾക്ക് വിധിക്കാനുള്ള അധികാരമാണ് കോർട്ട് ഓഫ് റിക്കാർഡ്, പവർ ടു പണിഷ്. സുപ്രീം കോടതിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട അധികാരമാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റിക്കാർഡാണ്. സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റിക്കാർഡാണ്, പവർ ടു പണിഷ് ഫോർ കണ്ടംപ്റ്റ് എന്നാണ്. നോക്കൂ നിങ്ങൾ, സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റിക്കാർഡാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 129 ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 129 പറയുന്നു സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റിക്കാർഡാണ്. എന്താണ് കോർട്ട് ഓഫ് റിക്കാർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സുപ്രീം കോടതിയുടെ പരാമർശം, സുപ്രീം കോടതിയുടെ ഏതെങ്കിലും കേസിലെ പരാമർശമോ വിധിയോ ഒക്കെ തന്നെ എവിഡൻഷ്യറി വാല്യൂ, തെളിവ് മൂല്യമുള്ളതിനാൽ ഇന്ത്യയിലെ മറ്റെല്ലാ കോടതിക്കും ബാധകമാണ്, ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുകൂടി പ്രതിപാദിക്കുന്ന ആശയമാണ് കോർട്ട് ഓഫ് റിക്കാർഡ്. ഒപ്പം തന്നെ പറയുന്നു സുപ്രീം കോടതിക്ക് കോടതി അലക്ഷ്യ നടപടികളിൽ 6 മാസം വരെ തടവോ പിഴയോ വിധിക്കാനുള്ള അധികാരം. ഇതൊക്കെ തന്നെയാണ് കോർട്ട് ഓഫ് റിക്കാർഡ് എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നു ആർട്ടിക്കിൾ 120. അപ്പോൾ സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ പറയുകയാണ്: ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, റിട്ട് ജൂറിസ്ഡിക്ഷൻ, അപ്പീലിയേറ്റ് ജൂറിസ്ഡിക്ഷൻ, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ആൻഡ് സുപ്രീം കോർട്ട് ആസ് എ കോർട്ട് ഓഫ് റിക്കാർഡ്. ഇനിയുണ്ട് പവർ ടു ജുഡീഷ്യൽ റിവ്യൂ. ജുഡീഷ്യൽ റിവ്യൂ, മലയാളം നീതിന്യായപരമായ പുനരവലോകനം. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് അമേരിക്കയിൽ നിന്ന്. ആർട്ടിക്കിൾ പറയൂ, ജുഡീഷ്യൽ റിവ്യൂ. ആർട്ടിക്കിൾ 13. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതെല്ലാം കാര്യങ്ങളിലാണ് ജുഡീഷ്യൽ റിവ്യൂ സാധ്യമായത്? ഓപ്ഷൻ എ, സുപ്രീം കോടതിയുടെ തന്നെ മുൻ പരാമർശം സംബന്ധിച്ച്. ഓപ്ഷൻ സി, ഭരണപരമായ കാര്യങ്ങളിൽ. ഓപ്ഷൻ സി, നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന നിയമങ്ങളിൽ. ഇതിൽ ഏതെല്ലാമാണ് ജുഡീഷ്യൽ റിവ്യൂ പോസിബിൾ ആയിട്ടുള്ളത് പറയാമോ? ഇവയെല്ലാം എന്നതാണ്. ശരിയല്ലേ? സുപ്രീം കോടതിയുടെ വിധി പോലും അല്ലെ റിവ്യൂ ചെയ്യാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് തന്നെയുണ്ട്. ജുഡീഷ്യൽ റിവ്യൂ എന്ന് ഒരുപാട് കേസുകൾ നിങ്ങൾ കേട്ട് കാണും അല്ലെ. ബേറുബാരി കേസിന് കോൺട്രഡിക്ടറി ആയിട്ട് പ്രിയാമ്പിൾ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് എന്ന് തിരുത്തി വിധി പറഞ്ഞ കേസ്, കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ്. ഒരുപാട് കേസുകൾ നിങ്ങൾ ഇത്തരത്തിൽ കോൺട്രഡിക്ടറി ആയിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും ശരി, പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ അല്ലെ പറയുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 13 സുപ്രീം കോടതിയുടെ മറ്റൊരു അധികാരം. ഇനി കേട്ടുകൊള്ളുക, പവർ ടു ഇന്റർപ്രറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. പവർ ടു ഇന്റർപ്രറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ജുഡീഷ്യറിയുടെ ഒരു അടിസ്ഥാന പ്രത്യേകത തന്നെയാണ്. ഭരണഘടനയെ വ്യാഖ്യാനിക്കാൻ അധികാരമുള്ള ഒരേ ഒരു കോടതി,
ഓർത്തിരിക്കുക, ഇതും സുപ്രീം കോടതിക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അധികാരമാണ്. ഭരണഘടനയെ വ്യാഖ്യാനിക്കാൻ, ഇന്റർപ്രറ്റ് ചെയ്യാൻ അധികാരമുള്ള സുപ്രീം കോടതിക്ക്. അപ്പോൾ സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട അധികാരങ്ങളാണ് നിങ്ങൾ ഈ കണ്ടതല്ല. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പോൾ നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ ഇവിടുത്തെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി പവേഴ്സ് ഓഫ് ദി സുപ്രീം കോർട്ട്? ഇവയെല്ലാം അധികാരങ്ങളാണ്. ഓക്കെ, റൈറ്റ്. നോക്കൂ, ഏറ്റവും പുതിയൊരു പരീക്ഷയുടെ ചോദ്യം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്ജുഡിക്കേറ്റ് സിസ്റ്റം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു എബോവ് സ്റ്റേറ്റ്മെന്റ്? എന്ന് പറഞ്ഞാൽ അധികം കിടന്ന് തല ചുറ്റണ്ട. ഫോർ സ്പീഡി ജസ്റ്റിസ്, ഇന്ത്യൻ ഭരണഘടനയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന ആശയം നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്ജുഡിക്കേറ്റീവ് സിസ്റ്റമായിട്ടുള്ള ഒരു ബോഡിയാണ് എന്നറിയപ്പെടുന്നത്. ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണെന്ന് പറയാം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സംബന്ധിച്ച് അല്ലാത്ത പ്രസ്താവന ഏത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു എബോവ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. നോക്കാം, എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റ്? ഒന്ന്, സ്വരൺ സിംഗ് കമ്മിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ടതാണോ? ആണോ അല്ലയോ? ആണ് എന്നതാണ് ശരി ഉത്തരം. ബന്ധപ്പെട്ടതാണ്. അപ്പൊ അത് ഉത്തരമല്ല, ബന്ധപ്പെട്ടതല്ലാത്തതാ വേണ്ടത്. ആർട്ടിക്കിൾ 323A 321A അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ബന്ധപ്പെട്ടതാണോ? യെസ്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് 323A. അങ്ങനെയെങ്കിൽ 42nd അമെൻമെന്റ് അല്ലേ, ഇറ്റ് വാസ് ദി അമെൻമെന്റ് അല്ലേ കോസ്റ്റഡ് ടു ദി എമർജൻസ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. ദാറ്റ്സ് വൈ it is also related to administrative tribunal. 4, CISCAT സിസ്കാറ്റ് എന്നൊക്കെ വായിക്കാം. എന്താണ്? കേസ് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. അത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഫോറമാണ്, അതും ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഓപ്ഷനിലേക്ക് നോക്കിയേ, ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ടതാണ്. 1, 2 only തെറ്റ്. 2 and 3 only റോങ് ആണ്. 1 and 3 only ശരിയല്ല. പിന്നെയോ നൺ ഓഫ് ദി അബവ് ആണ് ഇവിടുത്തെ ശരി. മനസ്സിലാവുന്നുണ്ടോ? വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉത്തരപ്പെടുന്നത് നൺ ഓഫ് ദി അബവ് ആണ് ശരി. അപ്പോൾ നിങ്ങൾ കേട്ട് കാണും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. എന്തുകൊണ്ട് സ്വരൺ സിംഗ് കമ്മിറ്റി എന്നത് ശരിയായി? നമുക്കറിയാം ഓൾ ദി റെക്കമെൻഡേഷൻസ് അണ്ടർ 42nd അമെൻമെന്റ് ആക്ട് അല്ലേ being put forward or being came into effect as a result of the recommendation of Soren Singh committee. അത് നമുക്കറിയാം സർദാർ സ്വരൺ സിംഗ് ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് 42ാം ഭരണഘടനാ ഭേദഗതിയിലെ എല്ലാ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു. 42ാം ഭേദഗതി എന്ന് കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് പറയാത്തത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ? ശരിയല്ലേ? Why this amendment also referred as mini constitution? എന്തുകൊണ്ടാണ് ഇതിനെ ലഘു ഭരണഘടന എന്ന് വിളിക്കാൻ കാരണം? It is the one and only amendment which amend all the sensitive areas of the Constitution of India. That's why it is also referred as the mini constitution of India. ഇന്ത്യൻ ഭരണഘടനയുടെ മർമ്മപ്രധാനമായ എല്ലാ കേന്ദ്രങ്ങളെയും സ്പർശിക്കുന്ന ഒരു സർവ്വതല സ്പർശിയായ ഭേദഗതി എന്ന നിലയിലാണ് ഇതിനെ എന്ത് വിളിക്കാൻ കാരണം? മിനി ഭരണഘടന എന്ന് വിളിക്കാൻ കാരണം. അപ്പൊ സ്വരൺ സിംഗും മിനി ഭരണഘടന 42 ശരിയല്ലേ? പിന്നെ ആർട്ടിക്കിൾ നമുക്കറിയാം 323A. ആർട്ടിക്കിൾ 323A അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന ആശയം. അപ്പൊ ചോദിക്കാൻ പരീക്ഷയ്ക്ക് തിരിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏത്? വിച്ച് വാസ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ ഡീൽസ് വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ? ഉത്തരം ഏതാണ്? 323A 323A. ഓക്കെ അല്ലേ? വിച്ച് വാസ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് കോസ്റ്റഡ് ടു ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ? ഇന്ത്യയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന സ്ഥാപനം രൂപീകരിക്കാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ 42nd അമെൻമെന്റ്. പിന്നെ ഏത് കമ്മിറ്റിയാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഇത് മാത്രമല്ല 42ാം അമെൻമെന്റിലെ എല്ലാ റെക്കമെൻഡേഷനും മുന്നോട്ട് വെച്ച കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റി. അതും ശരിയാണ്. പിന്നെ നമുക്കറിയാം കേസ് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. ഇതെല്ലാം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ നൺ ഓഫ് ദി അബോവ് ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓക്കെ ആണോ? എങ്കിൽ മറ്റൊരു ചോദ്യം നമുക്ക് നോക്കിയാലോ? നോക്കൂ നിങ്ങൾ ഈ ചോദ്യത്തിലേക്ക്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ആർട്ടിക്കിൾ 368 of the Constitution. 368 368 എന്ന് കാണുമ്പോഴേ മനസ്സിലേക്ക് ഓടി വരുന്നു. It is about the features of constitutional amendment. ഭരണഘടന ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണിത് 368. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം ഭരണഘടനാ ഭേദഗതി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നും? ഏത് രാജ്യത്തിൽ നിന്നാണ് ഭേദഗതി എന്ന ആശയം കടമെടുത്തത് പറയാമോ? ഓപ്ഷൻ എ സൗത്ത് ആഫ്രിക്ക, ഓപ്ഷൻ ബി അമേരിക്ക, ഓപ്ഷൻ സി അയർലൻഡ്,
ഓപ്ഷൻ ഡി ഐസ്ലൻഡ്. 4 ഓപ്ഷനേ ഉള്ളൂ. ശരി ഉത്തരം ഒന്നേ ഉള്ളൂ. ഉത്തരം പറയാമോ? ക്ലൂ തരട്ടെ. ഈ രാജ്യത്ത് നിന്ന് ഒരേ ഒരു 2 ആശയങ്ങളാണ് ഇന്ത്യ കടമെടുത്തത്. ഒന്ന് അമെൻമെന്റ്, രണ്ടാമത്തെ ആശയം ഇലക്ഷൻ ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ, രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ്. 2 ആശയങ്ങളും ഇന്ത്യ കടമെടുത്തത് നമ്മൾ ഈ പറയപ്പെട്ട രാജ്യം, ഏത് രാജ്യമാണ് പിടിയിട്ട് കാണുമല്ലോ? സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഭേദഗതി എന്ന ആശയം കടമെടുത്തത്. അപ്പൊ നോക്കാം നമ്മുടെ എന്താ ചോദ്യം എന്ന് നോക്കാം. കാര്യത്തിലേക്ക് കടക്കാം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ആർട്ടിക്കിൾ 368 of the Constitution. A constitutional amendment bill can be passed at a joint session of the Parliament in case of deadlock between 2 houses. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ഉത്തരം. പക്ഷേ നമുക്കറിയാം തെറ്റാണ്. 2. A proposal to amend the Constitution can only be introduced in the House of the People. ഇതും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ എന്താണ് ഇതിലെ ശരി ഉത്തരം എന്ന് പറഞ്ഞാൽ നൺ ഓഫ് ദി അബോവ് ആണ് ശരി ഉത്തരം, അല്ലേ? റിലേറ്റഡ് ടു ആണ്. അപ്പോൾ നൺ ഓഫ് ദി അബോവ് ആണ് ശരി ഉത്തരം. അപ്പൊ നോക്കുക എന്തുകൊണ്ടാണ് ഇവിടുത്തെ ശരി ഉത്തരം എന്തുകൊണ്ടാണെന്ന് നോക്കുക. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ ക്യാൻ ബി പാസ്ഡ് അറ്റ് എ ജോയിന്റ് സെഷൻ ഓഫ് ദി പാർലമെന്റ് ഇൻ കേസ് ഓഫ് ഡെഡ്ലോക്ക് ബിറ്റ്വീൻ 2 ഹൗസസ്. നോക്കുക, ഏതെങ്കിലും ഒരു ബില്ലോ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഭേദഗതിയോ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ ഇരുസഭകളും ഡെഡ്ലോക്കിലാണെങ്കിൽ, സ്തംഭനാവസ്ഥയിലാണെങ്കിൽ സംയുക്ത സമ്മേളനത്തിൽ വെച്ചത് പാസ്സാക്കാം എന്നത് തെറ്റായ പ്രസ്താവനയാണ്. അങ്ങനെ പാസ്സാക്കാൻ വ്യവസ്ഥയില്ല എന്ന കാര്യം ഓർത്തിരിക്കണം. കാരണം it must to be passed in the either house of the parliament. പാർലമെന്റ് ഇരുസഭകളിലും ഇത് പാസ്സാക്കിയിരിക്കണം വിത്ത് സ്പെഷ്യൽ മെജോറിറ്റി. ഒരു ഭരണഘടനാ ഭേദഗതി പാസ്സാക്കണമെങ്കിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കിയിരിക്കണം. ആൻഡ് ആൾസോ ആരുടെ ഒപ്പ് വേണം? only with the assent of the president. നമുക്കറിയാം a bill became an act only with the assent of the president of India. അതുകൊണ്ട് ഇത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഈ ബില്ല് can be passed at a joint session of the parliament in case of deadlock between 2 houses എന്നത് തെറ്റായ പ്രസ്താവനയാണ്. ഇൻ കേസ് ഓഫ് ഡെഡ്ലോക്കിൽ ഒരിക്കലും ജോയിന്റ് സിറ്റിംഗ് സാധ്യമല്ല, അല്ലെങ്കിൽ തന്നെ ജോയിന്റ് സിറ്റിംഗിൽ വെച്ച് പാസ്സാക്കാൻ കഴിയില്ല. ഇനി 2, a proposal to amend the constitution can only be introduced in the house of the people. What do you mean by house of the people? House of the people is lower house, that is ലോകസഭ. ലോകസഭയിൽ വെച്ചിട്ട് ഒരു ബില്ല് എന്താണ് പാസ്സാക്കിയാൽ മതി എന്നുള്ളതാണ്. അത് തെറ്റാണ്. എയ്തർ ഹൗസ്, 2 ഹൗസും പാസ്സാക്കണം. അതുകൊണ്ട് 2 സ്റ്റേറ്റ്മെന്റുകളും ഇവിടെ തെറ്റാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. നമുക്കറിയാം ഇന്ത്യൻ ഭരണ സംവിധാനം അനുസരിച്ച് അപ്പർ ഹൗസ് രാജ്യസഭയാണ്, ലോവർ ഹൗസ് ലോകസഭയാണ്. പക്ഷേ മോർ പവേഴ്സ്, അധികാരം കൂടുതൽ ആർക്കാണ്? ലോവർ ഹൗസ് ദാൻ അപ്പർ ഹൗസ്. ഈ ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ്? ബ്രിട്ടൻ. ഫ്രം ബ്രിട്ടൻ. ഓർത്തിരിക്കണം, മറക്കരുത്. ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തത്. ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദി പാർലമെന്റ് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ആർട്ടിക്കിൾ 108, ആർട്ടിക്കിൾ 108 ഡീൽസ് വിത്ത് ദ ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദി പാർലമെന്റ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ഏത്? ആർട്ടിക്കിൾ 108. ഇന്ത്യ അഡോപ്റ്റഡ് ദി ഐഡിയ ഓഫ് ജോയിന്റ് സിറ്റിംഗ് ഓർ ജോയിന്റ് സെഷൻ ഓഫ് ദി പാർലമെന്റ് ഫ്രം ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ നിന്നാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത്. ഓക്കെ, റൈറ്റ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് നോക്കൂ നിങ്ങൾ. ദ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ടേക്കൺ ഫ്രം. ഇന്ത്യൻ ഭരണഘടന ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്ന ആശയം കടമെടുത്തത്. അതെന്താണ് ഒരു ചോദ്യം? ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി. അപ്പൊ ജുഡീഷ്യറി ഇത്രയും നാൾ ബന്ധനാവസ്ഥയിലായിരുന്നോ? ഇൻഡിപെൻഡൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പച്ച മലയാളം സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്നാണ്. പറഞ്ഞേ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. നോക്കൂ നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ, ബേസിക് കൺസെപ്റ്റ് ഓഫ് ജുഡീഷ്യറി ഓർ ജുഡീഷ്യൽ സിസ്റ്റം. ദ ഐഡിയ ഓഫ് ജുഡീഷ്യൽ സിസ്റ്റം വാസ് അഡോപ്റ്റഡ് ഫ്രം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935. ശരിക്കും പറഞ്ഞാൽ ജുഡീഷ്യറി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ് നമ്മൾ കടമെടുത്തത്. പക്ഷേ ഇത് അതല്ല ചോദ്യം. എന്താണ്? ദ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറയാം. വാട്ട് യു മീൻ ബൈ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം there are 3 estates of Indian parliamentary system. First estate is legislature. Second estate to the Indian parliamentary system, that is executive. Third estate, that is judiciary. The power and duty of the judiciary to evaluate or to examine
the laws which are passed by the parliament? Is it constitutional or non-constitutional? So that judiciary must be free from all other estates of the parliament. മറ്റ് പാർലമെന്റിന്റെ ഘടകങ്ങളായ നിയമനിർമ്മാണ സഭയോ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട കാര്യനിർവഹണ വിഭാഗമോ രാഷ്ട്രീയ വിഭാഗമോ ഭരണ വിഭാഗത്തിന്റെ എല്ലാ സ്വാധീനങ്ങൾക്കും അതീതമായി നിർഭയമായി സ്വതന്ത്രമായി കേസുകളിൽ വാദം കേൾക്കാനും വിധി പറയാനും ജഡ്ജിമാർക്ക് ഫ്രീ ആൻഡ് ഫെയർ ആയി പ്രവർത്തിക്കാനുമുള്ള സൗകര്യമുള്ള നീതിന്യായ വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്ന ആശയം. ഈ ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നെന്നാണ് ചോദ്യം. ഉത്തരം ഒന്നേയുള്ളൂ. ബ്രിട്ടൻ ആണോ? അല്ല. അമേരിക്കയാണോ? അതെ, അമേരിക്കയാണ് ശരി ഉത്തരം. അമേരിക്കയിൽ നിന്നാണ്. ഓർത്തിരിക്കണം. വെറും സ്പെഷ്യാലിറ്റി ഓഫ് ജുഡീഷ്യറി അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ജുഡീഷ്യറി എന്ന ആശയമാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി അല്ലെങ്കിൽ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന ആശയമാണെങ്കിൽ അത് എവിടുന്ന് കടമെടുത്തതാണ്? നമ്മൾ അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തത്. ഓക്കെ അല്ലേ പറഞ്ഞത്? ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഇതാ നിങ്ങളിലേക്ക് 60 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്രാഷ് കോഴ്സ് ഹൈക്കോർട്ട് ടെസ്റ്റിന്റെ പരീക്ഷയ്ക്ക് മുന്നോടിയായി അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ ആരും മിസ് ചെയ്യാതെ ഉണ്ടായിരിക്കുക. നിങ്ങളോടൊപ്പം ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ചോദ്യശേഖരവുമായി ഞാനും ഉണ്ടാകും. നോക്കൂ, നിങ്ങൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസും സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം, അതുപോലെ ഡെയിലി എക്സാം ആൻഡ് പ്രോഗ്രസ് ഇവാലുവേഷൻ, ഡെയിലി ടോപ്പിക് റിവിഷൻ, എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ്, റാപ്പിഡ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷൻ, ഇത്രയും അടങ്ങിയ 60 ദിവസം നീണ്ടു നിൽക്കുന്ന തീപാറുന്ന പോരാട്ടം അന്തിമമാണ്. പോരാടാനല്ലാതെ പിന്മാറാൻ നമുക്ക് കഴിയില്ല. APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ഉറങ്ങുമ്പോൾ കാണേണ്ടതല്ലോ, നമ്മുടെ ഉറക്കം കെടുത്തുന്നതാകണം സ്വപ്നമല്ല യാഥാർത്ഥ്യമാണ് വിജയം. പോരാട്ടത്തിന് ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കറിനൊപ്പം നിങ്ങളും ഉണ്ടാകുമല്ലോ. അപ്പോൾ നമുക്കിനി ഹൈക്കോർട്ട് ടെസ്റ്റിൻ്റെ ലൈവ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.